മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഒരാളെക്കുറിച്ചുള്ള ചിന്തകൾ ഒഴിവാക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിനർത്ഥം നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ആ വ്യക്തിയുടെ മനസ്സിലും ഉണ്ടെന്നാണ്. ആർക്കുവേണ്ടിയും ആരെയും നഷ്ടപ്പെടുത്താതിരിക്കുക. കാരണം ഒരാളും മറ്റൊരാൾക്ക് പകരമാവുകയില്ല. ഒരിക്കൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും തിരിച്ചു കിട്ടുകയുമില്ല. ഭക്തരെ, ജീവിതത്തിൽ പലപ്പോഴും നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾക്കും മനസ്സറിയാത്ത കാര്യങ്ങൾക്കു പോലും നിങ്ങളുടെ ബന്ധുക്കളിൽ നിന്നോ മറ്റുള്ളവരിൽ നിന്നോ ആരോപണം നേരിട്ടിട്ടുണ്ടാകും. പലപ്പോഴും ഇതെല്ലാം അവർ പറയുന്നതും പ്രവർത്തിക്കുന്നതും നിങ്ങളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരിക്കും. നിങ്ങൾ അവർക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടും അവർ അതൊന്നും ഓർക്കാൻ പോലും ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. എന്നാൽ നിങ്ങളുടെ മനസ്സിലെ ദുഃഖവും നിങ്ങളുടെ നിറകണ്ണുകളും മഹാദേവൻ കാണുന്നുണ്ടെന്ന് അറിയുക. അവരുടെ കർമ്മഫലം അവർ തന്നെ അനുഭവിക്കുന്നതായിരിക്കും. ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കും. നിങ്ങൾ ഒഴുക്കിയ ഒരു കണ്ണീരും വെറുതെയാവില്ല. ഭക്തരെ, ക്ഷമയോടെ കാത്തിരിക്കുക. മികച്ചത് ലഭിക്കാൻ ചിലപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും മോശമായ അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരും. എത്ര പേർ കൂടെ ഉണ്ടായിരുന്നു എന്നതല്ല, രക്ഷയ്ക്കായി ആരാണ് കൂടെ നിന്നത് എന്നതിലാണ് കാര്യം. പ്രതീക്ഷിച്ചതൊന്നും നടക്കാത്തതിൽ വിഷമിക്കരുത്. പകരം സന്തോഷിക്കുക. നിങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ മഹാദേവൻ നിങ്ങൾക്കായി കാത്തുവച്ചിട്ടുണ്ട്. ഭക്തരെ, സങ്കടങ്ങൾ നൽകിയ കാലത്തെ വേഗം മറക്കുക. എന്നാൽ അത് നൽകിയ പാഠത്തെ ഒരിക്കലും മറക്കരുത്. പകർത്തിയും തിരുത്തിയും പഠിച്ചും പരീക്ഷിച്ചും മുന്നോട്ടു പോകാൻ കഴിയണം. നിങ്ങളെ കേൾക്കുന്നവരോട് സംസാരിക്കുക. സാന്നിധ്യം കൊണ്ട് സന്തോഷിക്കുന്നവർക്ക് വേണ്ടി സമയം കണ്ടെത്തുക. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതും നിങ്ങളെ വേണ്ടാത്തതുമായ മനസ്സുകളെ ഓർത്ത് വിഷമിക്കാതിരിക്കുക. ഈ ഭൂമിയിൽ സ്നേഹം കൊണ്ട് അഭിനയിക്കുന്നവർക്കാണ് ജീവിതത്തിൽ പ്രാധാന്യം. ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്നവർക്ക് എപ്പോഴും സങ്കടങ്ങളും ഒറ്റപ്പെടലുകളും മാത്രമാണ്. പക്ഷേ അവസാനം അവർക്കായിരിക്കും ജയം. ഭക്തരെ, സുഖം തേടി പോകുന്നവർക്ക് ഒരിക്കലും ആത്മാർത്ഥമായി സ്നേഹിക്കാൻ കഴിയില്ല. എന്നാൽ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർക്ക് ഒരിക്കലും ഒരാളെ വിട്ട് മറ്റൊരാളിൽ സന്തോഷം തേടിപ്പോകാനും കഴിയില്ല. സ്നേഹമാണ് എല്ലാത്തിൻ്റെയും നിലനിൽപ്പിന് കാരണമാകുന്നത്. ഭക്തരെ, അണഞ്ഞു പോയതിന് ശേഷമേ അറിയൂ. ചെറിയ വെളിച്ചമാണെങ്കിലും കൂടെയുണ്ടായിരുന്ന വെളിച്ചം വളരെ വലുതായിരുന്നുവെന്ന്. ഭക്തരെ, കാര്യങ്ങൾ മുഴുവനായും അറിയും മുമ്പ് നിങ്ങളെ കുറ്റപ്പെടുത്തുന്നവർ ഒരിക്കലും നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിച്ചവർ ആയിരിക്കില്ല. ഒരുപാട് തവണ വാക്കു തരുന്നവരെയും എപ്പോഴും സത്യം ചെയ്യുന്നവരെയും വിശ്വസിക്കരുത്. ഇത് പാലിക്കുന്നവരൊന്നും വീണ്ടും വീണ്ടും പറഞ്ഞു നടക്കാറില്ല. ഭക്തരെ, വേദനയുടെ ആഴം അറിഞ്ഞവർക്ക് യഥാർത്ഥ സ്നേഹത്തിൻ്റെ വിലയറിയാം. അവർക്ക് ആത്മാർത്ഥമായി സ്നേഹിക്കാനും കഴിയുന്നു. അവഗണിച്ചവരുടെ മുന്നിലേക്ക് ഒരു തിരിച്ചുപോക്ക് ഉണ്ടാവരുത്. കാരണം അവഗണന മനസ്സിനേറ്റ മുറിവാണ്. അതുണങ്ങാൻ ഒരുപാട് കാലം കഴിയണം. പക്ഷേ അവഗണിച്ചവർ മറന്നാലും അനുഭവിച്ചവർ അത് മറക്കില്ല. ഭക്തരെ, നിങ്ങളെ കുറ്റപ്പെടുത്തി ഉറക്കെ ചീത്ത പറഞ്ഞ് ഭരിക്കുന്നവർ, നിങ്ങളുടെ ഭയമാണ് അവരുടെ ശക്തി. പക്ഷേ അതേ ശബ്ദത്തിൽ തിരിച്ചു പറയുന്ന ദിവസം ഭയപ്പെട്ടു പോകുന്ന അവർ പിന്നെ ഒരിക്കലും ഭരിക്കുവാനോ കുറ്റപ്പെടുത്തുവാനോ വരില്ല. ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.